പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഉത്തമഗീതത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: ഉത്തമഗീതം ആരംഭിക്കുന്നത് ആരുടെ പേരോടുകൂടെയാണ്? ഉത്തരം: ശലോമോന്റെ. ഉത്തമഗീതം 1:1. ക്വസ്റ്റ്യൻ: ഉത്തമഗീതത്തിലെ ഏറ്റവും ചെറിയ വാക്യമേത്? ഉത്തരം: ശലോമോന്റെ ഉത്തമഗീതം 1:1. ക്വസ്റ്റ്യൻ: ഉത്തമഗീതം എഴുതിയതാര്? ഉത്തരം: ശലോമോൻ. ക്വസ്റ്റ്യൻ: പകർന്ന തൈലം പോലെ ഇരിക്കുന്നതെന്ത്? ഉത്തരം: നിന്റെ നാമം 1:2. ക്വസ്റ്റ്യൻ: വീഞ്ഞിനേക്കാൾ ശ്ലാഘിക്കപ്പെടുന്നതെന്ത്? ഉത്തരം: പ്രേമം 1:4. ക്വസ്റ്റ്യൻ: ശലോമോന്റെ തിരശീലകളെപ്പോലെ അഴകുള്ളവൾ ആര്? ഉത്തരം: ശൂലേംകാരത്തി 1:5. ക്വസ്റ്റ്യൻ: ഞാൻ കറുത്തവൾ എങ്കിലും കേദാര്യ കൂടാരങ്ങളെപ്പോലെയും ശലോമോന്റെ തിരശീലകളെപ്പോലെയും അഴകുള്ളവളാകുന്നു. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: ശൂലേംകാരത്തി യെരുശലേം പുത്രിമാരോട് 1:5. ക്വസ്റ്റ്യൻ: തന്റെ അമ്മയുടെ പുത്രന്മാർ കോപിച്ചു മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കിയതാരെ? ഉത്തരം: ശൂലേംകാരത്തിയെ 1:6. ക്വസ്റ്റ്യൻ: ശലോമോൻ പ്രിയയെ ഉപമിച്ചതെന്തിനോട്? ഉത്തരം: ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയോട് 1:9. ക്വസ്റ്റ്യൻ: ശൂലേമിയുടെ കവിൾത്തടങ്ങളും കഴുത്തും എന്തുകൊണ്ടാണ് ശോഭിച്ചിരുന്നത്? ഉത്തരം: രത്നാവലി കൊണ്ടും മുത്തുമാല കൊണ്ടും 1:10. ക്വസ്റ്റ്യൻ: രാജാവ് ഭക്ഷണത്തിനിരിക്കുമ്പോൾ സുഗന്ധം പുറപ്പെടുവിക്കുന്നത് എന്ത്? ഉത്തരം: ജഡമാംസി 1:12. ക്വസ്റ്റ്യൻ: എന്റെ പ്രിയൻ തനിക്ക് ഏത് മുന്തിരിത്തോട്ടങ്ങളിലെ മൈലാഞ്ചിപ്പൂക്കുല പോലെ ഇരിക്കുന്നു എന്നാണ് ശൂലേമി പറഞ്ഞത്? ഉത്തരം: എൻഗദി മുന്തിരിത്തോട്ടങ്ങളിലെ 1:14. ക്വസ്റ്റ്യൻ: പ്രിയയുടെ കണ്ണിനെ എന്തിന്റെ കണ്ണിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ഉത്തരം: പ്രാവിന്റെ 1:15. ക്വസ്റ്റ്യൻ: പ്രിയന്റെയും പ്രിയയുടെയും കിടക്കയുടെ നിറമേത്? ഉത്തരം: പച്ച 1:16. ക്വസ്റ്റ്യൻ: പ്രിയന്റെയും പ്രിയയുടെയും വീടിന്റെ ഉത്തരവും കഴുക്കോലും ഏത് വൃക്ഷം കൊണ്ടുള്ളതായിരുന്നു? ഉത്തരം ദേവദാരുവും കഴുക്കോൽ സരളവൃക്ഷവും 1:17. ക്വസ്റ്റ്യൻ: ഉത്തമഗീതം 1-ാം അധ്യായത്തിൽ ഒരു സ്ത്രീയുടെ പേരോടുകൂടിയ ഒരു മരമുണ്ട്. ഏത്? ഉത്തരം: സരളവൃക്ഷം. സ്ത്രീയുടെ പേര് സരള 1:17. ക്വസ്റ്റ്യൻ: ഞാൻ ഷാരോനിലെ പനിനീർ പുഷ്പവും താഴ്വരകളിലെ താമരപ്പൂവും ആകുന്നു എന്ന് പറഞ്ഞതാര്? ഉത്തരം: ശൂലേമി 2:1. ക്വസ്റ്റ്യൻ: മുള്ളുകളുടെ ഇടയിലിരിക്കുന്ന ഒരു പുഷ്പം. ഉത്തരം: താമര 2:2. ക്വസ്റ്റ്യൻ: കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു ചെറുവൃക്ഷം. ഉത്തരം: നാരകം 2:3. ക്വസ്റ്റ്യൻ: യൗവനക്കാരുടെ ഇടയിൽ പ്രിയൻ ഇരിക്കുന്നത് ഏതുപോലെ? ഉത്തരം: കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം പോലെ 2:3. ക്വസ്റ്റ്യൻ: പ്രിയയുടെ മീതെ പ്രിയൻ പിടിച്ചിരുന്ന കൊടി എന്തായിരുന്നു? ഉത്തരം: സ്നേഹം 2:4. ക്വസ്റ്റ്യൻ: എന്റെ പ്രിയൻ എന്തിന് തുല്യൻ എന്ന് ശൂലേമി പറയുന്നു? ഉത്തരം: ചെറുമാനിനും കലക്കുട്ടിക്കും 2:9. ക്വസ്റ്റ്യൻ: പ്രേമത്തിന് ഇഷ്ടമാകുവോളം അതിനെ ഇളക്കരുത്, ഉണർത്തുകയുമരുത് എന്ന് പറഞ്ഞ കഥാപാത്രം ആര്?
ഉത്തരം ശൂലേമി 2-7. ക്വസ്റ്റ്യൻ, ശീതകാലവും മഴയും മാറുമ്പോൾ ഭൂമിയിൽ കാണുന്നതെന്താണ്? ഉത്തരം പുഷ്പങ്ങൾ 2-11-12 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ, നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന ശബ്ദം ആരുടേത്? ഉത്തരം കുറുപ്രാവിൻ്റേത് 2-12. ക്വസ്റ്റ്യൻ, പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന പക്ഷി? ഉത്തരം പ്രാവ് 2-14. ക്വസ്റ്റ്യൻ, എന്ത് പൂത്താണ് സുഗന്ധം വീശുന്നത്? ഉത്തരം മുന്തിരിവള്ളി 2-13. ക്വസ്റ്റ്യൻ, മുന്തിരിവള്ളി നശിപ്പിക്കുന്നതാരാണ്? ഉത്തരം ചെറുകുറുക്കന്മാർ 2-15. ക്വസ്റ്റ്യൻ, ഞാനൊരു പുഷ്പമാണ്. ആദ്യത്തെ 2 അക്ഷരം ചേർന്നാൽ ഒരു രോഗം. പുഷ്പമേത്? ഉത്തരം പനിനീർ പുഷ്പം. രോഗം പനി. ക്വസ്റ്റ്യൻ, ശലോമോന്റെ പല്ലക്കിന് ചുറ്റും എത്ര ഇസ്രായേൽ വീരന്മാർ ഉണ്ടായിരുന്നു? ഉത്തരം 60 വീരന്മാർ 3-7. ക്വസ്റ്റ്യൻ, നഗരത്തിൽ സഞ്ചരിക്കുന്ന ആരോടാണ് എൻ്റെ പ്രാണപ്രിയനെ കണ്ടുവോ എന്ന് ശൂലേമി ചോദിച്ചത്? ഉത്തരം കാവൽക്കാരോട് 3-3. ക്വസ്റ്റ്യൻ, മൂറും കുന്തിരിക്കവും കൊണ്ടും കച്ചവടക്കാരൻ്റെ സകലവിധ സുഗന്ധ ചൂർണങ്ങൾ കൊണ്ടും പരിമളപ്പെട്ടിരിക്കുന്ന പുകത്തൂൺ പോലെ മരുഭൂമിയിൽ നിന്ന് കയറി വന്നതാര്? ഉത്തരം ശലോമോൻ 3-6. ക്വസ്റ്റ്യൻ, ഇസ്രായേൽ വീരന്മാർ എല്ലാവരും എങ്ങനെയുള്ളവർ? ഉത്തരം വാളെടുത്ത യുദ്ധസമർത്ഥന്മാർ 3-8. ക്വസ്റ്റ്യൻ, കച്ചവടക്കാരൻ്റെ കയ്യിലുള്ള സകല സുഗന്ധവർഗ്ഗങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ പുകത്തൂൺ പോലെയുള്ളത് എന്താണ്? ഉത്തരം പല്ലക്ക് 3-6-7. ക്വസ്റ്റ്യൻ, ഓരോരുത്തരും അരയ്ക്ക് വാൾ കെട്ടിയിരിക്കുന്നത് എന്ത് നിമിത്തമാണ്? ഉത്തരം ഭയം 3-8. ക്വസ്റ്റ്യൻ, ഞാൻ ഇത് നിർമ്മിച്ചത് ലെബാനോനിലെ മരം കൊണ്ടാണ്. ഇതിനു ചുറ്റും 60 വീരന്മാർ ഉണ്ട്. എന്താണത്? ഉത്തരം ശലോമോന്റെ പല്ലക്ക് 3-7-9 വരെ. ക്വസ്റ്റ്യൻ, ലെബാനോനിലെ മരം കൊണ്ട് തനിക്ക് ഒരു പല്ലക്ക് ഉണ്ടാക്കിയതാര്? ഉത്തരം ശലോമോൻ രാജാവ് 3-9. ക്വസ്റ്റ്യൻ, ശലോമോൻ രാജാവ് എവിടുത്തെ മരം കൊണ്ട് തനിക്കൊരു പല്ലക്ക് ഉണ്ടാക്കി? ഉത്തരം ലെബാനോനിലെ 3-9. ക്വസ്റ്റ്യൻ, ശലോമോൻ രാജാവ് തൻ്റെ പല്ലക്കിന് ഇരിപ്പിടം ഉണ്ടാക്കിയത് എന്തുപയോഗിച്ചാണ്? ഉത്തരം രക്താംബരം കൊണ്ട് 3-10. ക്വസ്റ്റ്യൻ, ശലോമോൻ തനിക്ക് മരം കൊണ്ട് ഒരു പല്ലക്കുണ്ടാക്കി. അതിൽ എത്ര ലോഹങ്ങൾ ഉപയോഗിച്ചിരുന്നു? ഉത്തരം 2 3-10. ക്വസ്റ്റ്യൻ, അതിൻ്റെ മേക്കട്ടിക്കാൽ അവൻ വെള്ളി കൊണ്ടും ചാരു പൊന്നുകൊണ്ടും ഇരിപ്പിടം രക്താംബരം കൊണ്ടും ഉണ്ടാക്കി. ഏതിൻ്റെ ആര്? ഉത്തരം പല്ലക്കിൻ്റെ ശലോമോൻ 3-10. ക്വസ്റ്റ്യൻ, ശലോമോൻ രാജാവിൻ്റെ പല്ലക്കിൻ്റെ അന്തർഭാഗം എന്തുകൊണ്ടാണ് വിചിത്ര ഖചിതമായിരിക്കുന്നത്? ഉത്തരം യെരുശലേം പുത്രിമാരുടെ പ്രേമം കൊണ്ട് 3-10. ക്വസ്റ്റ്യൻ, ശലോമോൻ രാജാവിനെ കല്യാണ ദിവസത്തിൽ കിരീടം ധരിപ്പിച്ചത് ആര്? ഉത്തരം അവൻ്റെ അമ്മ 3-11. ക്വസ്റ്റ്യൻ, ആരോടാണ് നിങ്ങൾ പുറപ്പെട്ടു ചെന്ന് ശലോമോൻ രാജാവിനെ അവൻ്റെ കല്യാണ ദിവസത്തിൽ, അവൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദ ദിവസത്തിൽ തന്നെ അവൻ്റെ അമ്മ അവനെ ധരിപ്പിച്ച കിരീടത്തോടുകൂടെ കാൺമിൻ എന്നു പറഞ്ഞത്? ഉത്തരം സിയോൻ പുത്രിമാരോട് 3-11. ക്വസ്റ്റ്യൻ, പ്രിയയുടെ തലമുടി എന്തുപോലെയാകുന്നു?
ഉത്തരം ഗിലിയാദ് മലഞ്ചെരുവിൽ കിടക്കുന്ന കോലാട്ടിൻ കൂട്ടം പോലെ. 4-1. ക്വസ്റ്റ്യൻ, പ്രിയയുടെ പല്ല് എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ഉത്തരം രോമം കത്രിച്ചിട്ട് കുളിച്ച് കയറി വരുന്ന ആടുകളെ പോലെ. 4-2. ക്വസ്റ്റ്യൻ, പ്രിയയുടെ അധരം എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ഉത്തരം കടും ചുവപ്പ് നൂലിനോട്. 4-3. ക്വസ്റ്റ്യൻ, പ്രിയയുടെ ചെന്നികൾ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ഉത്തരം മാതളപ്പഴത്തിൻ ഗണ്ഡം പോലെ. 4-3. ക്വസ്റ്റ്യൻ, ആയുധശാലയായി പണിതിരിക്കുന്ന ദാവീദിൻ ഗോപുരത്തോട് പ്രിയയുടെ എന്തിനെയാണ് ഉപമിച്ചിരിക്കുന്നത്? ഉത്തരം കഴുത്തിനെ. 4-4. ക്വസ്റ്റ്യൻ, ദാവീദിൻ ഗോപുരത്തിൽ എത്ര പരിച തൂക്കിയിരിക്കുന്നു? ഉത്തരം 1000 പരിച. 4-4. ക്വസ്റ്റ്യൻ, ആരുടെ ഗോപുരത്തിലാണ് വീരന്മാരുടെ 1000 പരിച തൂക്കിയിട്ടിരിക്കുന്നത്? ഉത്തരം ദാവീദിന്റെ. 4-4. ക്വസ്റ്റ്യൻ, വെയിലാറി നിഴൽ കാണാതെയാകുവോളം താൻ എവിടെ ചെന്നിരിക്കാമെന്നാണ് പ്രിയതമൻ പറഞ്ഞത്? ഉത്തരം മൂറിൻ മലയിലും കുന്തിരിക്കക്കുന്നിലും. 4-6. ക്വസ്റ്റ്യൻ, കാന്ത എന്തെല്ലാം വിട്ടുപോരിക എന്നാണ് പറയുന്നത്? ഉത്തരം ലെബാനോൻ അമാനാമുകൾ, ഷെനീർ ഹെർമോൻ കൊടുമുടികൾ, സിംഹങ്ങളുടെ ഗുഹകൾ, പുള്ളിപ്പുലികളുടെ പർവ്വതങ്ങൾ. 4-8. ക്വസ്റ്റ്യൻ, എന്തെല്ലാം കൊണ്ടാണ് കാന്ത പ്രാണപ്രിയന്റെ ഹൃദയത്തെ അപഹരിച്ചത്? ഉത്തരം ഒരു നോട്ടം കൊണ്ടും കഴുത്തിലെ മാല കൊണ്ടും. 4-9. ക്വസ്റ്റ്യൻ, വീഞ്ഞിനേക്കാൾ രസകരം പ്രേമം, സകലവിധ സുഗന്ധവർഗത്തേക്കാൾ രസകരമായതെന്ത്? ഉത്തരം തൈലത്തിന്റെ പരിമളം. 4-10. ക്വസ്റ്റ്യൻ, കാന്തയുടെ അധരം പൊഴിക്കുന്നതെന്ത്? ഉത്തരം തേൻകട്ട. 4-11. ക്വസ്റ്റ്യൻ, കാന്തയുടെ നാവിന് കീഴിൽ ഉള്ളത് എന്തെല്ലാം? ഉത്തരം തേനും പാലും. 4-11. ക്വസ്റ്റ്യൻ, കാന്തയുടെ വസ്ത്രത്തിന്റെ വാസന എന്തിന്റെ വാസന പോലെ ഇരിക്കുന്നു? ഉത്തരം ലെബാനോന്റെ വാസന പോലെ. 4-11. ക്വസ്റ്റ്യൻ, കാന്ത ഏത് രീതിയിലുള്ള തോട്ടം? ഉത്തരം കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം. 4-12. ക്വസ്റ്റ്യൻ, കാന്തയുടെ ചിനപ്പുകൾ എന്തിനോടാണ് ഉപമിക്കപ്പെട്ടിരിക്കുന്നത്? ഉത്തരം വിശിഷ്ട ഫലങ്ങളോട് കൂടിയ മാതളത്തോട്ടത്തോട്. 4-13. ക്വസ്റ്റ്യൻ, കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ, ഇങ്ങനെ ഉപമിച്ചിരിക്കുന്നതാരെ? ഉത്തരം കാന്തയെ. 4-12. ക്വസ്റ്റ്യൻ, ഉത്തമഗീതത്തിൽ പറഞ്ഞിരിക്കുന്ന സുഗന്ധദ്രവ്യങ്ങൾ ഏവ? ഉത്തരം ജഡമാംസി, കുങ്കുമം, വയമ്പ്, ലവംഗം, കുന്തിരിക്കം, മൂറ്, അകിൽ, മൈലാഞ്ചി, ദേവദാരു. ക്വസ്റ്റ്യൻ, നീ തോട്ടങ്ങൾക്ക് ഒരു നീരുറവും വറ്റിപ്പോകാത്ത കിണറും ലെബാനോനിൽ നിന്ന് ഒഴുകുന്ന ഒഴുക്കുകളും തന്നെ. ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം കാന്തയെ. 4-15. ക്വസ്റ്റ്യൻ, തോട്ടത്തിൽ നിന്നും സുഗന്ധം വീശുവാൻ അതിന്മേൽ ഊതുന്ന 2 കാറ്റ് ഏവ? ഉത്തരം വടതിക്കാറ്റും തെന്നിക്കാറ്റും. 4-16. ക്വസ്റ്റ്യൻ, ഞാൻ ഉറങ്ങുന്നു എങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു എന്ന് പറഞ്ഞതാര്? ഉത്തരം ശൂലേങ്കാരത്തി. 5-2. ക്വസ്റ്റ്യൻ, ശൂലങ്കാരത്തിയെ അടിച്ച് മുറിവേൽപ്പിച്ചതാര്?
ഉത്തരം നഗരത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന കാവൽക്കാർ. 5/7. ക്വസ്റ്റ്യൻ, ശൂലങ്കാരത്തിയുടെ മൂടുപടം എടുത്തു കളഞ്ഞത് ആര്? ഉത്തരം മതിൽ കാവൽക്കാർ. 5/7. ക്വസ്റ്റ്യൻ, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്തു വിശേഷതയുള്ളൂ എന്ന് പ്രിയയോട് ചോദിച്ചതാര്? ഉത്തരം യെരുശലേം പുത്രിമാർ. 5/9. ക്വസ്റ്റ്യൻ, വെണ്മയും ചുവപ്പുമുള്ളവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ ആര്? ഉത്തരം എൻ്റെ പ്രിയൻ. 5/10. ക്വസ്റ്റ്യൻ, പ്രിയന്റെ ശിരസ് എങ്ങനെയുള്ളതാണ്? ഉത്തരം അതിവിശേഷമായ തങ്കം. 5/11. ക്വസ്റ്റ്യൻ, ചുരുണ്ടും കാക്കയെപ്പോലെ കറുത്തും ഇരിക്കുന്നത് എന്താണ്? ഉത്തരം പ്രിയന്റെ കുറുനിരകൾ. 5/11. ക്വസ്റ്റ്യൻ, സുഗന്ധ സസ്യങ്ങളുടെ തടവും നറുന്തൈകളുടെ വാരവും പോലെ ഇരിക്കുന്നത് എന്താണ്? ഉത്തരം പ്രിയന്റെ കവിൾ. 5/13. ക്വസ്റ്റ്യൻ, പ്രിയന്റെ അധരം എന്തുപോലെ ഇരിക്കുന്നു? ഉത്തരം താമരപ്പൂവ് പോലെ. 5/13. ക്വസ്റ്റ്യൻ, പ്രിയന്റെ അധരം പൊഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ത്? ഉത്തരം മോറിൻ തൈലം. 5/13. ക്വസ്റ്റ്യൻ, പ്രിയന്റെ കൈകളെ എന്തിനോട് ഉപമിച്ചിരിക്കുന്നു? ഉത്തരം ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണ നാളങ്ങളോട്. 5/14. ക്വസ്റ്റ്യൻ, നീലരത്നം പതിച്ച ദന്തനിർമ്മിതത്തോട് ഉപമിച്ചിരിക്കുന്നത് പ്രിയന്റെ എന്തിനെയാണ്? ഉത്തരം ഉദരം. 5/14. ക്വസ്റ്റ്യൻ, പ്രിയന്റെ തുട എന്തിനോട് ഉപമിച്ചിരിക്കുന്നു? ഉത്തരം തങ്കച്ചുവട്ടിൽ നിർത്തിയ വെൺകൽ തൂൺ. 5/15. ക്വസ്റ്റ്യൻ, പ്രിയന്റെ രൂപം എങ്ങനെയുള്ളതാണ്? ഉത്തരം ലെബാനോനെ പോലെ. 5/15. ക്വസ്റ്റ്യൻ, പ്രിയന്റെ രൂപം എന്തുപോലെ ഉത്കൃഷ്ടമാകുന്നു? ഉത്തരം ദേവദാരു പോലെ. 5/15. ക്വസ്റ്റ്യൻ, പ്രിയന്റെ അഴക് എങ്ങനെ? ഉത്തരം സർവാംഗ സുന്ദരൻ. 5/16. ക്വസ്റ്റ്യൻ, പ്രിയ എന്തുപോലെ സൗന്ദര്യമുള്ളവൾ? ഉത്തരം തിർസ പോലെ. 6/4. ക്വസ്റ്റ്യൻ, തിർസ പോലെ സൗന്ദര്യമുള്ളവൾ, യെരുശലേം പോലെ മനോഹര, എന്തുപോലെ ഭയങ്കര? ഉത്തരം കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കര. 6/4. ക്വസ്റ്റ്യൻ, 60 രാജ്ഞികളും 80 വെപ്പാട്ടികളും അസംഖ്യം കന്യകമാരുമുണ്ടെങ്കിലും പ്രാവും നിഷ്കളങ്കയുമായവൾ എത്ര? ഉത്തരം ഒരുത്തി മാത്രം. 6/9. ക്വസ്റ്റ്യൻ, അവൾ തൻ്റെ അമ്മയ്ക്ക് ഏകപുത്രിയും തന്നെ പ്രസവിച്ചവൾക്ക് ഓമനയുമാകുന്നു ആര്? ഉത്തരം ശൂലേമി. 6/9. ക്വസ്റ്റ്യൻ, അരുണോദയം പോലെ ശോഭയുള്ളവൾ എന്ന് വിശേഷിപ്പിച്ച ഉത്തമഗീത കഥാപാത്രം ആര്? ഉത്തരം ശൂലേമി. 6/10. ക്വസ്റ്റ്യൻ, അരുണോദയം പോലെ ശോഭയും ചന്ദ്രനെ പോലെ സൗന്ദര്യവും സൂര്യനെ പോലെ നിർമ്മലതയും കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കരത്വവും ഉണ്ടായിരുന്നവൾ ആര്? ഉത്തരം ശൂലേമി. 6/10. ക്വസ്റ്റ്യൻ, മുന്തിരിച്ചെടികളും മാതളനാരകങ്ങളും ഉള്ള തോട്ടം ഏത്? ഉത്തരം അക്രോത്ത്. 6/11. ക്വസ്റ്റ്യൻ, മുന്തിരിവള്ളി തളിർക്കയും മാതളനാരകം പൂക്കുകയും ചെയ്തുവോ എന്ന് നോക്കേണ്ടതിന് ഏത് തോട്ടത്തിലേക്കാണ് ശൂലേങ്കാരത്തി ഇറങ്ങിച്ചെന്നത്?
ഉത്തരം അക്രോത്ത് തോട്ടത്തിലേക്ക്. 6-11. ക്വസ്റ്റ്യൻ എവിടത്തെ നൃത്തത്തെ പോലെയാണ് ശൂലങ്കാരത്തിയെ കാണുവാൻ ആഗ്രഹിക്കുന്നത്? ഉത്തരം മഹനയീമിലെ. 7-1. ക്വസ്റ്റ്യൻ താമരപ്പൂ ചുറ്റിയിരിക്കുന്ന ഗോതമ്പൂ കൂമ്പാരം പോലെ കാണപ്പെടുന്നതെന്ത്? ഉത്തരം പ്രഭുകുമാരിയുടെ ഉദരം. 7-3. ക്വസ്റ്റ്യൻ ആരുടെ കഴുത്താണ് ദന്തഗോപുരത്തിന് സദൃശമായിരിക്കുന്നത്? ഉത്തരം ശൂലങ്കാരിയുടെ. 7-4. ക്വസ്റ്റ്യൻ ശൂലങ്കാരത്തിയുടെ കണ്ണ് ഏതു വാതിൽക്കലെ കുളങ്ങളെ പോലെ? ഉത്തരം ഹെഷ്ബോനിൽ ബാത്ത് റബ്ബീം വാതിൽക്കലെ. 7-5. ക്വസ്റ്റ്യൻ കുളി എന്നതിൻ്റെ ഇംഗ്ലീഷ് പദവും യേശുവിനെ യൂദ വിളിച്ച ഒരു നാമവും ചേർന്ന് വരുന്ന ഒറ്റ പദം? ഉത്തരം ബാത്ത് റബ്ബി. 7-5. ക്വസ്റ്റ്യൻ ശൂലങ്കാരത്തിയുടെ മൂക്ക് ദമ്മേശക്കിന് നേരെയുള്ള എന്തുപോലെ ഇരിക്കുന്നു? ഉത്തരം ലെബാനോൻ ഗോപുരം പോലെ. 7-5. ക്വസ്റ്റ്യൻ ശിരസ് കർമ്മേൽ പോലെയും തലമുടി രക്താംബരം പോലെയും ഇരിക്കുന്നത് ആരുടേതാണ്? ഉത്തരം ശൂലങ്കാരത്തിയുടെ. 7-6. ക്വസ്റ്റ്യൻ ഏത് പഴമാണ് സുഗന്ധം വീശുന്നത്? ഉത്തരം ദൂതായിപ്പഴം. 7-14. ക്വസ്റ്റ്യൻ പ്രിയനെ കുടിപ്പാൻ ശൂലങ്കാരത്തി എന്താണ് നൽകുവാൻ ആഗ്രഹിച്ചത്? ഉത്തരം സുഗന്ധവർഗം ചേർത്ത വീഞ്ഞും മാതളപ്പഴത്തിൻ ചാറും. 8-2. ക്വസ്റ്റ്യൻ മരണം പോലെ ബലമുള്ളത് എന്ത്? ഉത്തരം പ്രേമം. 8-6. ക്വസ്റ്റ്യൻ പത്നീവ്രത ശങ്ക എന്തുപോലെ കടുപ്പമുള്ളത് ആകുന്നു? ഉത്തരം പാതാളം പോലെ. 8-6. ക്വസ്റ്റ്യൻ ശലോമോന് എവിടെയാണ് മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നത്? ഉത്തരം ബാൽ ഹാമോനിൽ. 8-11. ക്വസ്റ്റ്യൻ ശലോമോൻ ബാൽ ഹാമോനിൽ ഉണ്ടായിരുന്ന മുന്തിരിത്തോട്ടം ഏൽപ്പിച്ചത് ആരെ? ഉത്തരം കാവൽക്കാരെ. 8-11. ക്വസ്റ്റ്യൻ പാട്ടമായിട്ട് ഓരോ കാവൽക്കാരും എത്ര പണം വീതം കൊണ്ടുവരേണ്ടിയിരുന്നു? ഉത്തരം 1000 പണം വീതം. 8-11. ക്വസ്റ്റ്യൻ ശലോമോന്റെ മുന്തിരിത്തോട്ടത്തിലെ ഫലം കാക്കുന്നവർക്ക് എത്ര പണം കൊടുക്കുമായിരുന്നു? ഉത്തരം 200. 8-12. ക്വസ്റ്റ്യൻ സഖിമാർ സ്വരം ശ്രദ്ധിച്ചു കേൾക്കുന്നത് ആരുടെ? ഉത്തരം ഉദ്യാന നിവാസിനിയുടെ. 8-13. ക്വസ്റ്റ്യൻ ഓടിപ്പോക എന്ന വാക്കോടെ അവസാനിക്കുന്ന സത്യവേദ പുസ്തകത്തിലെ പുസ്തകം ഏത്? ഉത്തരം ഉത്തമഗീതം. 8-14. ക്വസ്റ്റ്യൻ ഗീതങ്ങളുടെ ഗീതം എന്നറിയപ്പെടുന്ന സത്യവേദ പുസ്തകം ഏത്? ഉത്തരം ഉത്തമഗീതം. ക്വസ്റ്റ്യൻ ഉത്തമഗീതത്തിന്റെ മർമ്മപദം ഏത്? ഉത്തരം പ്രേമം. ക്വസ്റ്റ്യൻ ഉത്തമഗീതത്തിലെ ആദ്യ വാക്ക് അവസാന വാക്ക്? ഉത്തരം ആദ്യ വാക്ക് ശലോമോന്റെ, അവസാന വാക്ക് ഓടിപ്പോക. ക്വസ്റ്റ്യൻ ഈ പുസ്തകത്തിലെ ചെറിയ അധ്യായമേത് എത്ര വാക്യങ്ങൾ? വലിയ അധ്യായമേത് എത്ര വാക്യങ്ങൾ? ഉത്തരം ചെറിയ അധ്യായം 3 11 വാക്യങ്ങൾ, വലിയ അധ്യായം 1, 2 അധ്യായങ്ങൾ 17 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ ഉത്തമഗീതം സത്യവേദ പുസ്തകത്തിലെ എത്രാമത്തെ പുസ്തകം? എത്ര അധ്യായങ്ങളുണ്ട്? എത്ര വാക്യങ്ങളുണ്ട്?
ഉത്തരം 22-ാമത്തെ പുസ്തകം 8 അധ്യായങ്ങൾ 117 വാക്യങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.